ആടുജീവിതം ഈ ഒരു സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി ഞാൻ തിയേറ്ററിൽ ചെന്നു കഴിഞ്ഞപ്പം ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ആൾക്കാർ പുറത്തേക്ക് വരുന്നു. ഓരോ ആൾക്കാരും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത്രത്തോളം ഇമോഷണലായിട്ട് ഓരോ ആൾക്കാരെയും ഈ ഒരു സിനിമ ഓരോ ആൾക്കാരിലും എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരാൾ ഒരു സിനിമയുടെ പുറകെ 16 വർഷം നടക്കുക, എന്നിട്ട് ആ സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക. നമുക്കെല്ലാവർക്കും അറിയാം, വർഷാവർഷം എത്രയോ സംവിധായകന്മാർ 2-3 സിനിമകളൊക്കെ എടുക്കുന്ന സമയത്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം 16 വർഷം ഒരു സംവിധായകൻ മാറ്റിവെക്കുക. ബ്ലസ്സി എന്ന് പറയുന്ന ആ സംവിധായകൻ, എടുത്തു പറയാതിരിക്കാൻ കഴിയത്തില്ല. ബ്ലസ്സിക്ക് ഒരു ബിഗ് സല്യൂട്ടല്ല, എത്ര സല്യൂട്ട് കൊടുത്താലും മതിയാവത്തില്ല. അത്രത്തോളം ആ ഒരു സിനിമ, അതായത് നജീബ് എന്ന് പറയുന്ന ആ ഇക്കാൻ്റെ ഒരു ജീവിതം അതേ കൂട്ട് പകർന്ന് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. എന്താണ് ഇതിനകത്ത് ചില സീനുകളൊക്കെ ഉണ്ട് മച്ചാമാരെ. ഞാൻ ശരിക്കും പറയാൻ എന്താണ് അറിയാം, എൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ 1-2 ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇരിക്കും. ഞാൻ ഒരു സിനിമയ്ക്ക് പോയിട്ടൊന്നും ഇതുവരെയും ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ സിനിമയ്ക്ക് പോയിട്ട് ഞാനിങ്ങനെ കണ്ണിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ആൾക്കാരിരിക്കുന്നത്. കാര്യം അത്രത്തോളം നമ്മൾ ആ ഒരു സിനിമയിലോട്ടങ്ങ് ഇറങ്ങി ചെല്ലും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ചില സീനുകളൊക്കെ പൃഥ്വിരാജിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൃഥ്വിരാജ് എന്നുള്ളൊരു വ്യക്തിയെ അല്ല ആ ഒരു ഫ്രെയിമിൽ കാണുന്നത്. ഈ നജീബ് എന്ന് പറയുന്ന ആ ഒരു ഇക്കയാണ് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ കാണുന്നത്. കാര്യം ആ ഇക്ക പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യങ്ങളാണ് നമ്മുടെ പൃഥ്വിരാജ് ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുന്നവരെ പൃഥ്വിരാജ് സത്യം പറഞ്ഞാൽ നജീബ് എന്ന് പറയുന്ന ഈ കൈ കണ്ടിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. അപ്പോൾ എത്രത്തോളം ആ ഒരു ക്യാരക്ടറിലോട്ട് നമ്മുടെ പൃഥ്വിരാജ് ഇറങ്ങി ചെന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു സീനുണ്ട്, ആ ഒരു ഒറ്റ സീൻ മാത്രം മതി ഈ സിനിമ മാറ്റിവെക്കാൻ. കാര്യം എന്താണ് ഒരൊറ്റ സീൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ, നമ്മൾ പൃഥ്വിരാജിൻ്റെ ആ ഒരു ബോഡി ഒക്കെ മാറി വരുന്ന ആ ഒരു ടൈം, അല്ലെന്നുണ്ടെങ്കിൽ ബോഡിയുടെ ആ ഒരു കറക്റ്റ് മാറ്റമൊക്കെ കാണിക്കുന്ന ആ ഒരു സീൻ, ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. അത്രത്തോളം ഇമോഷണൽ, കാര്യം അത്രത്തോളം കരഞ്ഞു ആ ഒരു തിയേറ്ററിന് ആ ഒരു ഒറ്റ സീൻ കണ്ട് മാത്രം. ഒന്നും പറയാനില്ല. ആ ഒരു 16 വർഷത്തെ ആ കഠിനാധ്വാനം ശരിക്കും പറയാനില്ല ആ ഒരു വിജയം കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് നമ്മുടെ നജീബ് ഖാൻ്റെയും ജീവിതം മാറി പറയട്ടെ എന്നാണ് പറയാനുള്ളത് കേട്ടോ. കാര്യം അത്രത്തോളം ആ കക്ഷി അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ആടുമായിട്ടുള്ള ഓരോ ചില സീനുകളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു, അയ്യോ ഞാനും ഒരു 10 വർഷത്തോളം പ്രവാസിയായിട്ട് ഗൾഫിൽ ഉള്ള ഒരാളായിരുന്നു കേട്ടോ. 10 വർഷം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാറുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം എത്രത്തോളം ഒരു നരകതുല്യമാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സിനിമ വന്നപ്പോൾ നമുക്കത് മനസ്സിലായത്. ഒന്നും പറയാനില്ല, അത്രത്തോളം ഇമോഷൻ ടച്ചായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു നടൻ ഈ ഒരു സിനിമ, പൃഥ്വിരാജ് ചില ഇൻ്റർവ്യൂകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്താ അറിയോ, എനിക്ക് ഇനി ഈ സിനിമയിൽ ഇനി എന്തെങ്കിലും കൂടി ചെയ്യാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അത്രത്തോളം ഞാൻ ആ ഒരു സിനിമയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. കറക്റ്റ് അത് അതേപടി തന്നെ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. പിന്നെ ഈ സിനിമയിൽ ഹക്കീമായിട്ട് അഭിനയിക്കുന്ന ഗോകുൽ എന്ന് പറഞ്ഞ പയ്യൻ, ഇവർ ആ ഒരു രക്ഷപ്പെടുന്ന ഒരു സീനുണ്ട്. രക്ഷപ്പെടുന്ന സീനിനകത്ത് ആ മരുഭൂമിയിൽ വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഗോകുൽ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ കുറേ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പറയുന്നില്ല, കാര്യം എല്ലാ ആൾക്കാരും കഥ വായിച്ചായിരിക്കും, എങ്കിൽ തന്നെയും സ്പോയിലർ ആവണ്ട, അതിൻ്റെ പേരിലാണ് പറയാത്ത കേട്ടോ. ആ ഒരു കുറേ സീനുകൾ കാണുമ്പം തന്നെ എന്താ പറയേണ്ടത്, പറയാൻ വാക്കുകളില്ല. അത്രത്തോളം ആ ഒരു ഗോകുൽ എന്ന് പറഞ്ഞ പയ്യനും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ ക്യാരക്ടറിലോട്ട് ഇറങ്ങി ചെന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം കേട്ടോ. അത്രത്തോളം മനോഹരം, പൃഥ്വിരാജിനെ പോലെ തന്നെ മനോഹരമാക്കിയിരിക്കുന്നത്. കാര്യം സെക്കൻഡ് ഹാഫ്, നമുക്ക് ഈ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമ്മൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ടൊന്നും നമുക്ക് ചില ഭാഗങ്ങളൊക്കെ ചെറിയ എന്താണ് ആ സിനിമയിലോട്ട് എത്തുന്ന ആ ഒരു ഘടകം ഫസ്റ്റ് ഹാഫ് വരെയാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. അത് കാണുമ്പോൾ, അതായത് ഒരു പാർട്ടായിട്ട് വരുന്ന രീതിയിലാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അത് എത്ര വർഷമായി, അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല ആ ഒരു സംസാരം, പൃഥ്വിരാജിൻ്റെ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. സംസാരം ഒന്നും തിരിയാത്ത രീതിയിലുള്ള സംസാരം, അതേ കൂട്ട് തന്നെ എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, എന്നിട്ടും ആ ആടുകളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ പൃഥ്വിരാജിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നതാണ്. കാര്യം അവിടുന്ന് രക്ഷപ്പെടണം, എങ്കിലും ആടുകളോടൊക്കെ പറയുന്നുണ്ട് എന്നെപ്പോലെ വേറെ ആരെങ്കിലും വരും നിങ്ങളെ നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമോഷണലി ടച്ച് ചെയ്യുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്.
കുറേ സീനുകളല്ല, സെക്കൻഡ് ഹാഫ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. അത്രത്തോളം അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു. സിനിമാറ്റോഗ്രാഫി ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആയാലും ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പറയണം. പിന്നെ ആ ഒരു മണലൊക്കെ പൊടിക്കാറ്റ് വരുന്നപ്പോഴുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ ആ ഒരു പാമ്പിൻ്റെ സംഭവങ്ങളും എല്ലാം അത്രത്തോളം ഒരു മരുഭൂമിയിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ എല്ലാം അതിൻ്റെ രീതിക്ക് തന്നെ 100% നീതി പുലർത്തി തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ബ്ലസ്സി കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. പിന്നെ എക്സ്പെഷ്യലി നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞാൽ എ ആർ റഹ്മാൻ്റെ മ്യൂസിക്, ആ മ്യൂസിക് വരുന്ന ഓരോ നമ്മൾ വിചാരിക്കും ഇത് വെറുതെ ഒരു മ്യൂസിക് അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ഒരു പാട്ട് കൊണ്ട് കുത്തിക്കയറ്റി, അങ്ങനൊന്നുമല്ല. ആ ഒരു കഥാ സന്ദർഭത്തിന് അനുയോജിച്ചുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചൊക്കെയാണ് ഈ പാട്ടും കാര്യങ്ങളൊക്കെ. അതായത് ആ കുറച്ചേ ഉള്ളൂ, പക്ഷേ അതൊക്കെ വരുന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം മനസ്സിനെ ടച്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സിനിമയ്ക്ക് പൃഥ്വിരാജ് ഏറ്റവും കുറഞ്ഞത് നാഷണൽ അവാർഡ്, ഓസ്കാർ കേരളത്തിൽ വരുമെന്ന് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമ കൊണ്ട്. എന്തായാലും വരട്ടെ. കാര്യം ഇതിൽ കൂടുതൽ പൃഥ്വിരാജ്, ആരെങ്കിലും പൃഥ്വിരാജ് ഫാൻ അല്ലാത്ത ആരിലേക്ക് കൊണ്ട് നിങ്ങൾ ഈ ഒരു പടം പോയി കാണണം. തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ പടം കൊണ്ട് മാത്രം നിങ്ങൾ പൃഥ്വിരാജ് ഫാനാവുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ഇതിൽ കൂടുതൽ ഇനി പൃഥ്വിരാജിന് ചെയ്യാനില്ല ഈ പടത്തിൽ, അത്രേ പറയാനുള്ളൂ. അതിൻ്റെ പേര് ഒന്ന് പറഞ്ഞാലും തീർന്നില്ല. അതിൻ്റെ പേരിലാണ് വീണ്ടും ഞാൻ ഈ ഒരു റിവ്യൂ പറയാൻ വേണ്ടി വന്നത്. ഓസം.